നമ്മളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരിടം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വന്ന വഴിയിൽ വെച്ചിട്ട് ഇതേണ്ട 3 പൈനാപ്പിൾ 100 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, അങ്ങ് വാങ്ങിച്ചു. നേരത്തെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഫുള്ള് ഇവിടെ താഴെ അയ്യത്തൊക്കെ നിറയെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചാക്കിലൊക്കെ പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ നമുക്കതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നട്ട് വെക്കണം, ബാക്കി കൊണ്ട് നമുക്ക് ജാമും ഉണ്ടാക്കാം. അപ്പോഴില്ലേ നമുക്ക് ഇവിടെ നമുക്ക് നട്ടും വെക്കാം, ഇത് നമുക്ക് ജാമും വെക്കാം. അപ്പം കൈ നിപ്പ പോയനെ. ശരിക്കും ഉണ്ടല്ലോ നമ്മൾ പൈനാപ്പിൾ നടുമ്പോൾ, അതായത് പൈനാപ്പിളിൻ്റെ ചെടി നടുന്നത് ശരിക്കും ഇതല്ല നടേണ്ടത്. ഈ പൈനാപ്പിളിൻ്റെ ചെടിയുടെ സൈഡിൽ തന്നെ ഒരു വിത്തുണ്ടാവും. വിത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നീളത്തിലുണ്ടാവും. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ നടേണ്ടത് കേട്ടോ. ഇത് പൈനാപ്പിളിൻ്റെ മുകളിൽ പിടിക്കുന്ന ചെടിയാണ്. ഇത് നട്ടാലും കിളിക്കും, പക്ഷേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ എന്തായാലും നട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ പൈനാപ്പിളിൻ്റെ ജാം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞ് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ച് നല്ല കട്ടിയുള്ളൊരു പാനിലിട്ടുക. പിന്നെ അതിനകത്തേക്ക് നമ്മളൊരു കറുകപ്പട്ട ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ പൈനാപ്പിളിൻ്റെ പേസ്റ്റ് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര, ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ലൂസായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ആ കറുകപ്പട്ട എടുത്ത് മാറ്റി കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ ഫുൾ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ല 10 മിനിറ്റിനുള്ളിലേ ആവുള്ളൂ. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവും. ഒരുപാട് അങ്ങ് കട്ടിയാക്കാൻ നിൽക്കണ്ട, ഈ ഒരു ലെവൽ മതി. അപ്പം തന്നെ നമ്മുടെ കൊച്ചുമക്കളൊക്കെ എത്തി കേട്ടോ ജാം കഴിക്കാനായിട്ട്. അപ്പം നല്ല ചൂട് ജാം അപ്പം തന്നെ ബ്രെഡിൽ ആക്കി മക്കൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കൂടുതൽ ദിവസം വെക്കാനാണെങ്കിൽ വെള്ളമൊന്നും ആക്കാതെ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ എന്തായാലും അധിക ദിവസമൊന്നും ഇരിക്കില്ല.